നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 നവംബർ മാസം 27-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ്. ജ്യോതിഷപരമായ കാര്യങ്ങൾ കേൾക്കുവാനും അറിയുവാനും അത് ജീവിതത്തിൽ പാലിക്കുവാനും താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. ജീവിത വിജയം ആഗ്രഹിക്കുന്ന എല്ലാവരും അത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അതുപോലെ തന്നെ തങ്ങളുടെ ജീവിതത്തെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ജ്യോതിഷത്തിൽ വിശ്വാസം വേണം, വിശ്വാസമുള്ളവർക്ക്. കാരണം മനുഷ്യ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ഒരു വ്യക്തിയുടെ ജീവിതം പോലും പരാജയത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നൽകുന്ന ഒരു അറിവാണ്, ഉപദേശമാണ് ജ്യോതിഷം. അതങ്ങനെ തന്നെ കാണുക. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് അറിവുകളുണ്ട്. ഈ അറിവുകൾ നമ്മുടെ വഴികാട്ടിയാണ്. നമ്മുടെ ജീവിത പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള അറിവുകൾ അത് നമ്മുടെ ജീവിതത്തിന് വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഒക്കെ കാരണമാകുന്ന ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ അതിനെ അതേപടി വിശ്വസിക്കുക. പറയുന്നത് നല്ലതാണെന്നോ കേൾക്കുന്നത് നല്ലതാണെന്നുള്ള ബോധ്യത്തോടു കൂടി അതിനെ അംഗീകരിക്കുക. അപ്പോൾ നമുക്ക് ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളിലേക്ക് കടക്കാം. ബുധനാഴ്ച ദിവസത്തെ തീയതി എന്ന് പറയുന്നത് 2024 നവംബർ മാസം 27-ാം തീയതിയാണ്. ബുധനാഴ്ച ദിവസമാണ്. മലയാള തീയതിയിൽ 1200-ാം ആണ്ട് വൃശ്ചിക മാസം 12-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ ശകവർഷം മാർഗശീർഷ മാസം 6-ാം തീയതിയാണ്. സൂര്യോദയം രാവിലെ 6:23 അസ്തമയം വൈകുന്നേരം 5:57 അതുപോലെ തന്നെ ഉദയാൽപരം നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ഈ ചിത്ര നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച പുലർച്ചെ 4:36 അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച സൂര്യോദയം കഴിഞ്ഞ് 7:37 അന്നത്തെ തിഥി, ബുധനാഴ്ചത്തെ തിഥി ദ്വാദശി തിഥിയാണ്. ദ്വാദശി തിഥി അവസാനിക്കുന്നത് വ്യാഴാഴ്ച സൂര്യോദയം കഴിഞ്ഞ് 1 മിനിറ്റും കൂടി ഉണ്ടായിരിക്കും. അതായത് വ്യാഴാഴ്ചത്തെ സൂര്യോദയം 6:23 തിരുവനന്തപുരം സമയമാണെങ്കിൽ 6:24 വരെ ഉണ്ടായിരിക്കും. കോഴിക്കോടാണെങ്കിൽ അവിടുത്തെ സമയവ്യത്യാസം അനുസരിച്ച് അല്പം കൂടി ഉണ്ടായിരിക്കും. സമയവ്യത്യാസം തിരുവനന്തപുരം കോഴിക്കോടൊക്കെ 5 മിനിറ്റിൻ്റെ 7 മിനിറ്റിൻ്റെയൊക്കെ വ്യത്യാസം ചിലപ്പോഴൊക്കെ ഉണ്ടാകും. അതനുസരിച്ച് കണക്കൂട്ടിയെടുക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ഇക്കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ചിത്ര നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച പുലർച്ചെ 4:36 അവസാനിക്കുന്നത് വ്യാഴാഴ്ച സൂര്യോദയം കഴിഞ്ഞ് 7:37 60 നാഴികയിൽ കൂടുതലുണ്ട് ചിത്ര നക്ഷത്രം. അതുപോലെ തന്നെ തിഥിയും 60 നാഴിക കഴിഞ്ഞ് 2 വിനാഴികയും കൂടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് സൂര്യോദയം കഴിഞ്ഞ് 1 മിനിറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിത്തിര നക്ഷത്ര ജാതകരാണ്. ഏത് സമയമാണ്? ബുധനാഴ്ച പുലർച്ചെ 4:36 മുതൽ വ്യാഴാഴ്ച സൂര്യോദയം കഴിഞ്ഞ് 7:37 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ചിത്തിര നക്ഷത്ര ജാതകരാണ്. ചിത്തിര നക്ഷത്രം എന്ന് പറഞ്ഞാൽ അസുരഗണത്തിൽപ്പെട്ട സ്ത്രീ നക്ഷത്രമാണ്. അതിൻ്റെ ആദ്യത്തെ 2 പാദം കന്നിക്കൂറിലും അവസാനത്തെ 2 പാദം തുലാക്കൂറിലുമാണ്. കന്നിക്കൂറിൻ്റെ സമയം പറഞ്ഞുതരാം. ബുധനാഴ്ച രാവിലെ പുലർച്ചെ 4:36 മുതൽ ബുധനാഴ്ച വൈകുന്നേരം 4:36 വരെയുള്ള സമയമാണ് കന്നിക്കൂറിൽപ്പെട്ട ചിത്തിര നക്ഷത്രം 2 പാദം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ കൃത്യമായിട്ടും ആ നക്ഷത്രപാദം മനസ്സിലാക്കണം. ആ സമയം നോക്കി അതിൻ്റെ കന്നിക്കൂറിൽപ്പെട്ടതാണോ അല്ലെങ്കിൽ തുലാക്കൂറിൽപ്പെട്ടതാണോ എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. നക്ഷത്രം ചോദിക്കുമ്പോൾ ചിത്ര നക്ഷത്രമാണ്, കന്നിക്കൂറിൽപ്പെട്ടതാണോ, തുലാക്കൂറിൽപ്പെട്ടതാണോ, അങ്ങനെ ഒരു തെറ്റായ ഒരു ചിന്താഗതി ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ്, അറിവുണ്ടായിരിക്കാൻ വേണ്ടിയാണ് വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പോൾ അതിൻ്റെ നാളും നാഴികയൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അത് വെച്ചാണ് അവരുടെ ഭാവിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നക്ഷത്രം വെച്ചാണ് ചെയ്യുന്നത്, സമയം വെച്ചാണ് ചെയ്യുന്നത്. കാരണം അവരുടെ ലഗ്നം കണ്ടുപിടിക്കണമെങ്കിൽ അത് സമയം കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം, വളരെ കൃത്യമായിട്ടും സമയം അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ ജ്യോതിഷം കൊണ്ടുള്ള കൃത്യമായ അല്ലെങ്കിൽ വ്യക്തമായൊരു ഫലം ഉണ്ടാകത്തുള്ളൂ. ജനിച്ച സമയം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഒരു നാഴിക വിനാഴികയൊക്കെ മാറിക്കഴിഞ്ഞാൽ ലഗ്നം മാറിപ്പോവും. ലഗ്നം മാറുമ്പോൾ അവർക്ക് ഫലം മാറും. അവരുടെ ജീവിതാനുഭവം വേറൊന്ന്, പറയുന്നത് വേറൊന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ ആയി പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. കൃത്യമായിട്ടും സമയമൊക്കെ രേഖപ്പെടുത്തി വെക്കുക. ഇനി ബുധനാഴ്ച ദിവസം ചിത്ര നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ചിത്ര നക്ഷത്രപ്രകാരം ബുധനാഴ്ച ദിവസം തിരുവോണം, അവിട്ടം, മകയിരം, തിരുവാതിര, പൂരം, ആയില്യം, അത്തം ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിരുവോണം, അവിട്ടം, മകയിരം, തിരുവാതിര, പൂരം, ആയില്യം, അത്തം എന്നീ നാളുകാർക്ക് ബുധനാഴ്ച ദിവസം അനുകൂലമായ അനുഭവങ്ങൾ നൽകുന്നൊരു ദിവസമാണ്.
പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ളത് ചിത്ര നക്ഷത്ര പ്രകാരം ബുധനാഴ്ച ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളത് പൂയം, മകം, ഉത്രം, പൂരാടം, അശ്വതി എന്നീ നാളുകാർക്കാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും. സാധാരണ ജീവിതാനുഭവമായിരിക്കും. വലിയ നേട്ടമോ വലിയ മെച്ചമോ ഒന്നും ഉണ്ടായിരിക്കില്ല. വലിയ ദോഷമോ ഒന്നും വരാതെ സാധാരണ ഒരു ജീവിതാനുഭവമായി അങ്ങനെ കടന്നു പോകും. ഇനി ബുധനാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ശുഭസമയം അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം. ബുധനാഴ്ച ദിവസം രാവിലെ 6:23 മുതൽ 10:53 വരെയുള്ള സമയം ശുഭസമയമാണ്. ബുധനാഴ്ച ദിവസം രാവിലെ 6:23 മുതൽ 10:53 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് ഉച്ചകഴിഞ്ഞ് 1:53 മുതൽ 4:53 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടുക. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. ഇംഗ്ലീഷ് മാസ തീയതി 27 ഒറ്റസംഖ്യയാക്കുമ്പോൾ 9 വരുന്നത്. ഏതൊരു മാസത്തെയും 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. ബുധനാഴ്ച ദിവസം ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ വേണ്ടി മഞ്ഞ, ഇളനീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ പേരിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്തമമായ ഫലങ്ങൾ വരും. ഇനി പേരിൽ ഈ അക്ഷരങ്ങളില്ലെങ്കിൽ സാമാന്യമായ അനുഭവങ്ങൾ വന്നു ചേർന്ന് പ്രതികൂലമായ അനുഭവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നൊരു ദിവസമായി മാറും എന്നുള്ളതാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് നിന്നും പങ്കുവയ്ക്കുന്നത്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കാം. ധനം വന്നു ചേരുന്ന നാളുകാരെക്കുറിച്ചാണ്. ബുധനാഴ്ച ദിവസം ചിത്ര നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളത്? എല്ലാവർക്കും ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, മകയിരം, ഭരണി, ആയില്യം, പൂരം, ചിത്തിര ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം. അതുകൊണ്ട് ഈ നാളുകാർക്കൊക്കെ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു അറിവോടുകൂടി ജീവിക്കുക. അപ്പോൾ 1 രൂപ പോലും കയ്യിലെടുക്കുവാൻ നിർവാഹമില്ലാത്തവർ ആരോടെങ്കിലും കടം ചോദിച്ചാലും കിട്ടുന്നൊരു ദിവസമാണ്. കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം. അതും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് അവസാനം ശത്രുതയിലാകരുത്, കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ പ്രതീക്ഷിക്കാവുന്ന നാളുകാർ അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, മകയിരം, ഭരണി, ആയില്യം, പൂരം, ചിത്തിര. അപ്പോൾ ഇത്രയും നാളുകാരാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ധനപരമായ വിഷയത്താൽ ഭാരപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. കടബാധികളാൽ ഭാരപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് കടം കൊടുത്തു തീർക്കണം. അത് വലിയൊരു വിഷയമാണ്. അപ്പോൾ ആ വിഷയത്തെ ഓർത്ത് മഹാദേവനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ധനം നമുക്ക് കയ്യിലേക്ക് വന്നു ചേരാൻ വലിയ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ വന്നു ചേർന്നാൽ അത് ചെലവഴിക്കുവാൻ വളരെ എളുപ്പവുമാണ്. പക്ഷേ വന്നു ചേരാനാണ് ബുദ്ധിമുട്ട്. അപ്പോൾ വന്നു ചേരുന്ന പണം പലർക്കും കൃത്യമായ ഒരാവശ്യത്തിന് വേണ്ടി ബുദ്ധിപൂർവ്വം വിനിയോഗിക്കാൻ പറ്റാതെ അത് അനാവശ്യമായിട്ട് ചെലവഴിച്ച് പോയിട്ട് പിന്നെ വലിയൊരു കടബാധയിൽ എത്തിച്ചേരുന്ന ഒരുപാട് പേരുമുണ്ട്. അപ്പോൾ ധനമൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അത് കോടീശ്വരന്മാരാണെങ്കിലും ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സാധാരണക്കാരനാണെങ്കിലും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം, കോടികളുടെ ബിസിനസ് ചെയ്ത ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ എന്നെ സമീപിക്കുന്നു. അവരെല്ലാം ഇപ്പോൾ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ്. നാട്ടിലേക്ക് പോരാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്ന ഒരുപാട് പേരുണ്ട്. അവർ ചില കാരണങ്ങൾ പറയുന്നത് ഒന്ന് ബിസിനസ്സിലെ ശത്രുത മൂലമാണ്, മറ്റൊന്ന് തൻ്റെ ഈ ജീവിത രീതി അല്ലെങ്കിൽ ഇപ്പോഴത്തെ സ്ഥിതി ഇതുപോലെ തന്നെ മരണം വരെ പോകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അവർ വളരെ ലാവിഷായിട്ട് ജീവിച്ചു. അപ്പോൾ അതൊക്കെയാണ് അവരുടെ ജീവിതത്തിലെ പതനത്തിന് കാരണം. ഇപ്പോൾ ആരും സഹായിക്കാനില്ലാതെ, അവർ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്, പക്ഷേ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയൊന്നും ആർക്കും ഉണ്ടായിരിക്കട്ടെ. മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.